ചാട്ടയാൽ തകർക്കപ്പെട്ട യേശുവിൻ്റെ ശരീരം കണ്ടിട്ടു. ജൂതന്മാർക്ക് ബറാബാസിനെ മതിയെന്ന് പീലാത്തോസിനോട് വിളിച്ചു പറയാൻ തോന്നിയതിൻ്റെ കാര്യം എന്താണ്? ആരാണ് ഈ ബറാബാസ്? എന്താണ് ബറാബാസിന് സമൂഹത്തിലുള്ള ഈ സ്ഥാനം? ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യത്തിലും, ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യത്തിലും, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിലും, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലും നമുക്ക് ബറാബാസിനെ കാണാൻ കഴിയും. യേശുവിനെ ക്രൂരമായിട്ട് ചമ്മട്ടുകൊണ്ട് അടിച്ചിട്ട് യേശുവിൻ്റെ ആ വിരൂപമുള്ള കാഴ്ച ലോകത്തിന് കാണിച്ചിട്ട് യേശുവിനെ വിട്ടുകൊടുക്കാമെന്നായിരുന്നു പീലാത്തോസ് ചിന്തിച്ചത്. ദയനീയമായ യേശുവിൻ്റെ ഈ ശരീരം കണ്ടിട്ടും യഹൂദർ യേശുവിനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ചു. യേശുവിനെ ജനത്തിന് വിട്ടുകൊടുക്കാൻ, രക്ഷിക്കാനായി പീലാത്തോസ് കണ്ടെത്തിയ ഏറ്റവും വലിയൊരു ആഗ്രഹം, ഏറ്റവും വലിയൊരു പോംവഴി എന്ന് പറയുന്നത്, ജൂതന്മാർക്ക് പെസഹ എന്നൊരു പെരുന്നാളുണ്ട്. ആ പെരുന്നാളിൽ ഒരു തടവുകാരനെ, ജൂതന്മാർ ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ഫ്രീ ആയി വിട്ടുകൊടുക്കാറുണ്ടായിരുന്നു. ഈ പ്രാവശ്യം യേശുവിനെ രക്ഷിക്കാം, യഹൂദന്മാർ യേശുവിനെ ചോദിക്കുമെന്നാണ് പീലാത്തോസ് ധരിച്ചത്. പീലാത്തോസ് ആകട്ടെ അന്നത്തെ റോമൻ ഗവർണറും കൂടിയാണ്. പക്ഷേ അവർ ബറാബാസിനെ ചോദിച്ചു. ബറാബാസ് വെറും ഒരു കുറ്റവാളിയോ കൊലയാളിയോ ഒന്നുമല്ല. അതിലപ്പുറത്ത് യഹൂദന്മാർക്ക് വേണ്ടി റോമാക്കാരോട് വിപ്ലവം നടത്തിയ വിപ്ലവകാരി കൂടിയാണ്. പലസ്തീന്മേലുള്ള ജൂതന്മാരുടെ ജീവിതത്തെ തകർത്ത റോമൻ അധിനിവേശത്തിനെതിരെ ശക്തമായി പോരാടിയ ഒരു കൊലപാതകയും കൂടിയായിരുന്നു ഈ ബറാബാസ്. അതുകൊണ്ട് യേശുവിനേക്കാളും എല്ലാവരും ബറാബാസിനെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് യേശുവിനെയല്ല ബറാബാസിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് അവർ ആർത്ത് വിളിച്ചത്. നിഷ്കളങ്കനായ ഒരു ദ്രോഹവും ചെയ്യാത്ത യേശുവിനേക്കാൾ കൂടുതൽ അവർ ആഗ്രഹിച്ചത് തങ്ങളുടെ വശത്ത് നിന്നുകൊണ്ട് വാളുകൊണ്ടും കുന്തം കൊണ്ടും പോരാടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ഒരു ബറാബാസിനെയായിരുന്നു. യേശുവിനോടുള്ള മഹാപുരോഹിതന്മാരുടെയും മതമേലധ്യക്ഷന്മാരുടെയും വൈരാഗ്യം ഒന്നും കൂടെ ബറാബാസിൻ്റെ സ്വാതന്ത്ര്യം, റിലീസ് എളുപ്പമാക്കി. ഒരു തെറ്റും ചെയ്യാത്ത യേശു പീഡിപ്പിക്കപ്പെടുകയും തടവുകാരനായും കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ടപ്പോൾ കൊലപാതകയും മോഷണം നടത്തുന്നവനും സമൂഹത്തിന് തലവേദനയുമായി തീർന്ന ബറാബാസ് സ്വതന്ത്രനാക്കപ്പെടുകയും ചെയ്ത കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. വേദപണ്ഡിതാക്കൾ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്: പാപത്താൽ കുറ്റവാളിയാക്കി തീർക്കപ്പെട്ട മനുഷ്യൻ്റെ സ്ഥാനത്ത് നിഷ്കളങ്കനും പാപരഹിതനുമായ യേശുവിനെ മരണത്തിന് വിട്ടുകൊടുത്ത സ്നേഹമാണ് നമുക്ക് ഈ ന്യായവിധിയിൽ, ഈ ശിക്ഷാവിധിയിൽ കാണാൻ കഴിയുന്നത്. ബറാബാസ് സ്വതന്ത്രനാക്കപ്പെട്ടു, യേശു ക്രൂശിക്കപ്പെട്ടു.